പ്രശാന്ത്, ഈ കേരളത്തിലെ ജയിലറകളൊക്കെ ഇനിയും ശൂന്യമാകാൻ പോവുകയാണെന്ന് തോന്നുന്നു. കാരണം അതീവ കൊടും കുറ്റവാളികളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നു, സർക്കാർ അനുമതിയോടുകൂടി തന്നെ. അതാണിപ്പോൾ പല പല കേസുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഷെറിൻ എന്ന യുവതി, അതും ഇത്തരത്തിൽ പുറത്തേക്ക് വരികയല്ലേ? തീർച്ചയായിട്ടും സർ, ഇത് 2009 നടന്ന ഒരു സംഭവമാണ്. ഭാസ്കര കാർണവർ, ചെങ്ങന്നൂരിലെ ഭാസ്കര കാർണവർ എന്നൊരാൾ കൊല്ലപ്പെട്ടു. ആ കേസിൽ അറസ്റ്റിലായത് അദ്ദേഹത്തിൻ്റെ മകൻ ബിനു പീറ്ററിൻ്റെ ഭാര്യ ഷെറിൻ എന്ന യുവതിയാണ്. ചെറുപ്പക്കാരിയാണ്. 2009 2010 അവരെ 3 ജീവപര്യന്തം തടവുകൾക്കാണ് കോടതി ശിക്ഷിച്ചത്. ആ 3 ജീവപര്യന്തം തടവുകളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് കോടതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ ഈ ഏതാണ്ട് 15 വർഷത്തോളമായി ഈ ശിക്ഷാ കാലാവധി അവർ ജയിലിലാണ്. ഇതിനിടയ്ക്ക് അവർ വിവിധ അവസരങ്ങളിലായി വിവിധ കാലങ്ങളിലായിട്ട് 500 ദിവസത്തെ പരോൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പരോൾ സംഘടിപ്പിച്ച് പുറത്തിറങ്ങുകയും പിന്നീട് തിരിച്ച് ജയിലിലേക്ക് പോവുകയൊക്കെ ചെയ്തയാളാണ് ഷെറിൻ. ആ ഷെറിനെ ഇപ്പോൾ സർക്കാർ മോചിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് അതിന് സർക്കാർ പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു. അത് അവരിപ്പോൾ കണ്ണൂർ ജയിലിലാണ്, വനിതാ ജയിലിലാണ് കഴിയുന്നത്. അവിടുത്തെ ആ ജയിൽ സമിതിയുടെ ശുപാർശ ഇക്കാര്യത്തിലുണ്ട്. ആ ശുപാർശ പരിഗണിച്ച സർക്കാർ സ്ത്രീ എന്നുള്ള പരിഗണനയും 14 വർഷം പൂർത്തിയാക്കി എന്നുള്ള ആ കാലയളവ് പൂർത്തിയാക്കി എന്നുള്ള പരിഗണനയും കൂടി വെച്ചുകൊണ്ടാണ് ഇവരെ കുറ്റവിമുക്തയാക്കി, ഇത് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. അതിന് സർക്കാർ അനുമതി കൊടുത്തു കഴിഞ്ഞു. ഇവർ എന്താണ് ഈ സംഭവത്തിന് കാരണമെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ഇവർ ഈ ഭർത്താവിൻ്റെ അച്ഛനെ, അദ്ദേഹം ഈ മരുമകളുടെയും കൊച്ചുമക്കളുടെയൊക്കെ പേരിൽ വിൽപ്പത്രം തയ്യാറാക്കി വച്ചിരുന്നു. പക്ഷേ ഈ മരുമകളുടെ പോക്ക് വഴിവിട്ടതാണ്, വേറെ ചില പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് കണ്ടിട്ട് അദ്ദേഹം ഈ വിൽപ്പത്രം റദ്ദ് ചെയ്തു, സ്വത്തുക്കളൊക്കെ മാറ്റി എഴുതി. അതിലെ വിരോധം നിമിത്തം അന്നത്തെ സമൂഹ മാധ്യമമായ ഓർക്കിഡിലൂടെ ചില കൊട്ടേഷൻ ആൾക്കാരെ, ഗുണ്ടകളെ കണ്ടെത്തി അവർക്ക് കൊട്ടേഷൻ കൊടുത്ത് ഈ കാരണവരെ കൊല്ലിക്കുകയായിരുന്നു ഈ ഷെറിൻ. ഇതാണ് പ്രോസിക്യൂഷൻ ഭാഗം കോടതിയിൽ വാദിച്ചത്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ, ഈ കുറ്റവാളികൾക്ക്, ഗുണ്ടകൾക്ക് വീട്ടിൽ വരാനും ഇവരെ ഈ ഭാസ്കരക്കാരനവരെ ഇല്ലാതാക്കാനും വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുത്തു. ഗൂഢാലോചന നടത്തി, അതിന് പണം കൊടുത്തു. ഇതൊക്കെയാണ് പോലീസ് നിരത്തിയ കുറ്റപത്രത്തിലെ വിവരങ്ങൾ. എന്തായാലും കോടതി അവരെ കുറ്റവാളിയാണെന്ന് കണ്ട് ശിക്ഷിച്ചു. പൊതു സ്വഭാവം അനുസരിച്ച് ഈ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. കാരണം നമ്മൾ ജയിലിൽ അടയ്ക്കുക എന്ന് വെച്ചാൽ ഒരാളെ അയാൾ ചെയ്തിരുന്ന തെറ്റുകൾ തിരുത്തി ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അതിനാണല്ലോ ഈ ജയിൽ ശിക്ഷ കൊടുക്കുന്നത്. തീരെ നിവൃത്തിയില്ലാത്ത, സമൂഹത്തിന് അത്യന്തം അപകടകാരിയായ ഒരു കുറ്റവാളിയാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ വേറെ. പക്ഷേ നമ്മൾ ഇത്തരം തടവുകൾ, നമ്മുടെ നീതിപീഠം അല്ലെങ്കിൽ നമ്മുടെ നിയമസംഹിത ഇത്തരം തടവുകൾ, ഇത്തരം തടവിന് ശിക്ഷിക്കുന്നത് അവരുടെ തെറ്റ് തിരുത്തി ആ കുറ്റവാസനയിൽ നിന്ന് മോചിതരായി. കാരണം ജയിലിൽ കിടക്കുമ്പോൾ മറ്റു കാര്യങ്ങൾക്കൊന്നും അവസരമില്ല, ഒരു പ്രത്യേക അച്ചടക്കത്തിനുള്ളിൽ നിന്ന് ജീവിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആ കുറ്റവാസനയിൽ നിന്ന് മോചിതരായി, ശാരീരികവും മാനസികവുമായിട്ട് മോചിതരായി അവർ തിരിച്ച് സമൂഹത്തിലേക്ക് കാലയളവ് പൂർത്തിയാക്കി സമൂഹത്തിലേക്ക് വന്ന് ഒരു പുതിയ ജീവിതം നയിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജയിൽ ശിക്ഷ നടപ്പാക്കുന്നത് നമ്മൾ. പക്ഷേ ഇവിടെ ഷെറിൻ്റെ കാര്യത്തിൽ അതൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ലഭിക്കുന്ന പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച്, വാർത്തകൾ അനുസരിച്ച് ഈ സ്ത്രീ ജയിലിലും വലിയ കുഴപ്പക്കാരിയായിരുന്നു. നിരന്തരം ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, അതുപോലെ ജയിൽ നിയമങ്ങൾ ലംഘിക്കുക, പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക, അവിടെ പലരെയും സ്വാധീനിച്ച് പല കാര്യങ്ങളും ചെയ്യുക, വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കുക. എന്തിനു പറയുന്നു, അവർ നെയ്യാറ്റിൻകര വനിതാ ജയിലിലായിരുന്ന അവസരത്തിൽ അവിടുന്ന് വിയ്യൂരിലേക്ക് മാറ്റാൻ ഒരു കാരണമുണ്ട്. ഇവർ ജയിലിൽ എങ്ങനെയോ മൊബൈൽ സംഘടിപ്പിച്ച് ഉപയോഗിച്ചു. ഇത് പിടിച്ചു. ഇത് ജയിലധികൃതരുടെ കണ്ണു വെട്ടിച്ച് മൊബൈലൊക്കെ സമ്പാദിച്ച് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കയ്യോടെ പിടികൂടിയപ്പോഴാണ് അവരെ വിയ്യൂരിലേക്ക് മാറ്റിയത്. വിയ്യൂരിലും അവർ പ്രശ്നക്കാരിയാണ്. വിയ്യൂരിലും ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു,
ഈ ഗാർഡുമാരെ ഉപദ്രവിച്ചു, അങ്ങനെയൊക്കെയുള്ള നിരവധി ആരോപണങ്ങൾ അവർക്കെതിരെ ഉണ്ട്. അവിടുന്നും അവരെ കണ്ണൂരിലേക്ക് മാറ്റുകയായിരുന്നു. ഈ കണ്ണൂരിലാണ് അവസാനത്തെ 2 വർഷമായിട്ട് കണ്ണൂരിലാണ് കണ്ണൂർ വനിതാ ജയിലിലാണ് അവർ കഴിയുന്നത്. ഇവിടെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലും കുറച്ച് നാൾ കഴിഞ്ഞു. ഇവിടെ എല്ലായിടത്തും കുഴപ്പക്കാരിയായിരുന്നു. ഈ കുഴപ്പങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവരെ കണ്ണൂരേക്ക് അവസാനം ഒടുവിൽ മാറ്റിയത്. ഇപ്പോൾ എന്തായാലും കണ്ണൂർ ജയിൽ ജില്ലാ സമിതിയുടെയും മറ്റുമൊക്കെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അവർ വൈകാതെ മോചിതയാകും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഇത്രയും കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടും ജയിൽ മോചിതയാകുന്നു എന്നുള്ള ഇത്രയും നല്ല നടപ്പല്ലല്ലോ. നല്ല നടപ്പിനാണ് പുറത്തു വിടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ല നടപ്പാണോ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് 500 ദിവസത്തോളം പരോൾ കിട്ടിയിരിക്കുന്നു. 1 വർഷത്തിലധികം അവർ ജയിലിന് പുറത്തായിരുന്നു, പല പല കാലയളവുകളിലായിട്ട്, ഒരുമിച്ചല്ല. പക്ഷേ ഇതൊക്കെ എങ്ങനെ സാധിക്കും? അപ്പോൾ ഉന്നത രാഷ്ട്രീയ ബന്ധം തീർച്ചയായിട്ടും അത് അങ്ങനെ അല്ലെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. വലിയ സ്വാധീനം ചെലുത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഇപ്പോഴും ഈ എന്താ പറയുക, ജയിൽ വിമോചനവും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ സംഭവിക്കുന്നത്? ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? മറിച്ച് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. സാർ ഇതിൻ്റെ മറുവശം ഒന്ന് ചിന്തിക്കൂ. ഇത് നൽകുന്ന സന്ദേശം എന്താണ് വാസ്തവത്തിൽ? പൊതുസമൂഹത്തിന് ഇതിലൂടെ കിട്ടുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഗ്രീഷ്മ കേസിൽ പോലും, ഗ്രീഷ്മ ഷാരോൺ സംഭവത്തിൽ പോലും അങ്ങേക്ക് അറിയാമല്ലോ, ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന് നല്ല സന്ദേശമാണോ നൽകുന്നത്? അതോ ഇനിയും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, 14 കൊല്ലമല്ലേ ഉള്ളൂ, അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അങ്ങ് പോകും എന്ന മട്ടിൽ ആൾക്കാർ പ്രവർത്തിക്കാനല്ലേ സാധ്യത? അങ്ങേക്ക് എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? അല്ല, ഇത് വളരെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു രീതിയാണല്ലോ ഇത്. ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യം ചെയ്തിട്ട് ജയിലിൽ പോലും നല്ല നടപ്പില്ലാത്ത ഒരാൾ വീണ്ടും പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് നിയമത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ നിയമ സംവിധാനത്തെയും നമ്മുടെ വ്യവസ്ഥയെയും ഒക്കെ വെല്ലുവിളിക്കുന്ന, എല്ലാറ്റിനും ഉപരി സമാധാന ജീവിതം, ജനങ്ങളുടെ സമാധാന ജീവിതത്തിനും സുരക്ഷിതത്വത്തിനും വെല്ലുവിളിയാണ് ഇത്തരം സംഭവങ്ങൾ. ഇവർ നാളെ പുറത്തിറങ്ങി, ഇവരുടെ കുറ്റവാസന അവസാനിച്ചിട്ടില്ല. ഇവർ നാളെ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? പണത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി ഇവർ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും? എനിക്കത് ജന്മന കുറ്റവാസന ഉള്ള ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് ഇത്രയും കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവരെ പോലെ പലരും ഉണ്ടല്ലോ ജയിലിൽ. ഇനി കൂടത്തായി ജോളി, അതുപോലെ നമ്മുടെ പഴയ ഓമന സൂട്ട് കേസിൽ കാമുവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി സൂട്ട് കേസിൽ കടത്തിയ സ്ത്രീ, അവർ ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങിയിട്ട് മുങ്ങി, ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം ശരിയല്ല, തെറ്റായ സന്ദേശമാണ് സർക്കാർ ഇവരെ മോചിപ്പിക്കുന്നതിലൂടെ സമൂഹത്തിന് നൽകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അവധാനതയോടെ, ശ്രദ്ധയോടെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. ജയിൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. ഒരു കുറ്റവാളിക്ക് എങ്ങനെയാണ് മൊബൈൽ കിട്ടുന്നത്? പുറത്ത് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ജയിലിനുള്ളിൽ കിട്ടുന്നുണ്ട്. നമുക്കറിയാം, TP കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ VIP പരിഗണനയാണ് കിട്ടുന്നത്. എത്ര തവണ അവർ പരോളിൽ ഇറങ്ങി, അവരെ പരോളിൽ വിടരുത് എന്ന് കോടതി പോലും പറഞ്ഞതാണ്. പക്ഷേ അതിനൊക്കെ ആ കോടതിയുടെ ഉത്തരവിന് പോലും ഒരു വിലയും കൽപ്പിക്കാതെ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് സർക്കാർ തോന്നിയതുപോലെ കൊടിസുനിക്ക് വരെ പരോള് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മൾ സാക്ഷര കേരളമെന്നും എന്താ പറയുക, നമ്പർ 1 കേരളമെന്നും ഒക്കെ നമ്മൾ നിരന്തരം കൊട്ടിഘോഷിക്കുന്ന ഈ കൊച്ചു കേരളത്തിലാണ്, സാംസ്കാരിക കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതിനെതിരെ ശബ്ദിക്കാൻ സാഹിത്യകാരന്മാരോ സാംസ്കാരിക നായകന്മാരോ സാമൂഹ്യ പരിഷ്കർത്താക്കളോ ആരുമില്ല എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ ഇത്തരം കുഴപ്പങ്ങൾ, ഇതുപോലെയുള്ള കുറ്റവാളികളെ മോചിപ്പിക്കുന്നതിനെതിരെ ശക്തമായ ബഹുജന ശബ്ദം, ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതാണ്. കാരണം ഇത്തരക്കാർ പുറത്തിറങ്ങി വീണ്ടും കുറ്റം ചെയ്യില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത്? ഒരു ഉറപ്പുമില്ല. സർക്കാർ ഇക്കാര്യത്തിലൊക്കെ വളരെ ചിന്തിച്ച്, വളരെ ശ്രദ്ധയോടെ തീരുമാനമെടുക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്.